നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല ഘട്ടങ്ങളിൽ പല തലങ്ങളിൽ പുരോഗമിക്കുന്നു എന്നതാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ കൈമലർത്തി കാണിക്കുന്നത്. നമ്മൾ ഇന്നലെ എല്ലാവരും കണ്ടതാണ്. ഇനി മറ്റൊന്നും ചെയ്യാനില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ. പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ യമനിൽ നടക്കുന്നു എന്നത്. ഏത് വിധേനയും അവരുടെ വധശിക്ഷ ഒഴിവാക്കാൻ മാർഗങ്ങളുണ്ടോ എന്നാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഏത് ചർച്ചകൾക്കും കേരളം പിന്തുണ നൽകും, ഏത് നീക്കത്തിനും കേരളം പിന്തുണ നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ഇടപെടലുകൾ പുരോഗമിക്കുകയാണ്. നോർത്ത് യമനിൽ നടന്ന സന്ധി സംഭാഷണത്തിൽ വധശിക്ഷ മരവിപ്പിക്കുന്നത് അടക്കം ചർച്ചയായി. ലോക കേരള സഭാംഗങ്ങളായ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. നോക്കാം എന്തൊക്കെ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയിൽ കൈമലർത്തി കാണിച്ചിരുന്നു ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മുടെ ഒരു സഹോദരിയാണല്ലോ, നമുക്ക് അവസാന നിമിഷം വരെ സാധ്യമായതെല്ലാം ചെയ്തല്ലേ പറ്റുകയുള്ളൂ. ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അവിടെ ചർച്ചകൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതികൾ ആ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ടോ അബ്ദുൾ റഷീദ? എന്താണ് നമുക്കറിയാൻ കഴിയുന്നത്? ലോക കേരള സഭാംഗങ്ങളുമൊക്കെ ആ ചർച്ചയുടെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. ഗുഡ് മോർണിംഗ് മനു. യമനിൽ വധശിക്ഷയ്ക്ക് അർഹയായ അല്ലെങ്കിൽ അത്തരത്തിൽ വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും അതോടൊപ്പം നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെയും കൈയൊഴിഞ്ഞെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനമായും AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ യമൻ കുടുംബവുമായി ബന്ധപ്പെട്ട 3 ചർച്ചകൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയിൽ പ്രധാനമായും ഈ വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു നീക്കമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ദയാധനം സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാപ്പ് നൽകിക്കൊണ്ടോ ഈ വധശിക്ഷ റദ്ദാക്കണമെന്ന കാര്യം നിലവിൽ ഈ കുടുംബാംഗങ്ങളും അതോടൊപ്പം നിരവധി നിയമ വിദഗ്ധരടക്കമുള്ള ആളുകളാണ് ഇതിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യമനിലെ സുപ്രീം കോടതി ജഡ്ജി കൂടി ഈ യോഗത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇത് ഏറെ നിർണായകമായിട്ടുള്ളതാണ്. കാര്യം 24 മണിക്കൂറുകൾ മാത്രമാണ് ഇനി നിമിഷപ്രിയയുടെ വിധി നടപ്പിലാക്കാൻ യമൻ സുപ്രീം കോടതി അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നൽകിയിട്ടുള്ള സമയമെന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ ഏറെ നിർണായകമായിട്ടുള്ള ഈ ചർച്ച നടക്കുന്നത്. എന്തായാലും 4ാം ഘട്ട ചർച്ച ഇപ്പോഴും പുരോഗമിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. 3 ഘട്ട ചർച്ചകളിലും നേരിയ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് ഈ വൃത്തങ്ങൾ അറിയിക്കുകയും പ്രധാനമായും ഈ കുടുംബത്തിൻ്റെ ഒരു ആവശ്യം അംഗീകരിക്കാൻ ചില ആളുകളിൽ ഒരു ആലസ്യം ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. പ്രധാനമായും ചില ആളുകൾ പറയുന്നു ഇത്തരത്തിൽ ഈ ദയാധനം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മാപ്പ് നൽകാം എന്ന് പറയുമ്പോൾ അതേസമയം തങ്ങളുടെ മകൻ മരണപ്പെട്ടതാണ്, അതുകൊണ്ട് ഇത്തരത്തിൽ മോചനം നൽകാൻ കഴിയില്ല എന്നതടക്കമുള്ള 2 അഭിപ്രായങ്ങൾ കുടുംബത്തിൽ നിന്നും ഉയർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ എതിരഭിപ്രായം പറയുന്നവരെ അനുനയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്കായിരിക്കും ഇന്ന് പ്രധാനമായും നീങ്ങുക. നോർത്ത് യമനിൽ വെച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധിയായിട്ടുള്ള ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷഹൂർ, അതോടൊപ്പം യമൻ ഭരണകൂട പ്രതിനിധിയായിട്ടുള്ള ജിയാനത്ത് തുടങ്ങിയിട്ടുള്ള ആളുകളും അതോടൊപ്പം സുപ്രീം കോടതി ജഡ്ജി അടക്കമുള്ള ആളുകൾ ഈ നിർണായകമായിട്ടുള്ള യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ അവസാന ഘട്ടത്തിൽ പോലും കേരളവും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട പ്രതിനിധികളൊക്കെ തന്നെ നിമിഷപ്രിയയെ കൈയൊഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. കാരണം വിദേശകാര്യ മന്ത്രാലയം അതോടൊപ്പം കേന്ദ്ര സർക്കാരും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വളരെ അനായാസമാണ് പറഞ്ഞത് തങ്ങൾക്ക് ഇനി ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴും AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഈ ചർച്ച ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 3 ചർച്ചകൾ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം അബ്ദുൾ റഷീദ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്നലെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടാണ്. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തുന്നു. എന്താണ് BJP-ക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ നമ്മളോട് പറയാറുള്ളത്? എപ്പോഴും ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നല്ലേ? എങ്കിൽ എന്തുകൊണ്ടാണ് ആ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് സ്വന്തം പൗരന്റെ ജീവൻ രക്ഷിക്കാൻ ഇടപെടാൻ കഴിയാത്തത്? ഇനി യമനിൽ ഒരു ഭരണകൂട സംവിധാനം ഇല്ല എന്നതാണെങ്കിൽ യമനുമായി അടുത്ത ബന്ധമുള്ള എത്രയോ രാജ്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ വഴി ഒരു ഇടപെടൽ നടത്താൻ കേന്ദ്രത്തിന് കഴിയാതെ പോകുന്നത്? നമ്മുടെ നയതന്ത്ര പ്രാപ്തി കുറഞ്ഞു വരുന്നതിൻ്റെ ഫലമായിട്ടാണോ? ഇനി ഇതൊക്കെ മതിയെന്ന് കേന്ദ്രം ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണോ? ഇതൊക്കെ പ്രസക്തമാകുന്നതല്ലേ ഈ ഘട്ടത്തിൽ?
മനു, തീർച്ചയായും അതുതന്നെയാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വിവിധ വിദേശ സെക്രട്ടറിമാരുമായും അതോടൊപ്പം മറ്റു രാജ്യങ്ങളിലെ ഭരണകൂടവുമായി വലിയ ബന്ധം പുലർത്തുന്ന ആളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വിവിധ രാജ്യങ്ങളിൽ സന്ദർശനത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത്തരത്തിൽ വിവിധ രാജ്യങ്ങളുമായി വലിയ ബന്ധം പുലർത്തുന്നെന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം വിദേശകാര്യ മന്ത്രാലയവും ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രയത്നിച്ചില്ല എന്നുള്ള ആരോപണം ശക്തമാവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നയതന്ത്ര വിദഗ്ധരടക്കമുള്ള ആളുകൾ പങ്കുവെക്കുകയും ചെയ്തത്. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ, അതായത് നിമിഷപ്രിയയുടെ മോചനത്തിനായി തങ്ങൾക്കിനി ഒന്നും ചെയ്യാനാകില്ല, പരമാവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഏറെ അപലപനീയമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളടക്കം ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും നിമിഷപ്രിയയുടെ മോചനത്തിന് ആവശ്യമായി ഇടപെടണമെന്ന് നേരത്തെ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ആളുകൾ ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും ഒക്കെ തന്നെയും ആവശ്യപ്പെടുകയും അത്തരത്തിലൊരു ആ സമയത്ത് പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഇല്ലാതാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളുമായും അതോടൊപ്പം നയതന്ത്ര വിദഗ്ധരുമായും ഒക്കെ തന്നെയും വലിയ ബന്ധം പുലർത്തുന്ന വിദേശകാര്യ മന്ത്രാലയം അതോടൊപ്പം കേന്ദ്ര സർക്കാരിനും ഇതിൽ വലിയ പരാജയം നേരിടേണ്ടി വരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ഒരാളോട് കൂടിയാണ് ഇത്തരത്തിലൊരു അവഗണന എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. കേന്ദ്രത്തിൻ്റെ ഒരു ഞെരുക്കം ഇത്തരം കാര്യങ്ങളിലും കേരളത്തോട് ആവർത്തിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ശക്തമാവുകയും ചെയ്യുന്നു. എന്തായാലും നിലവിൽ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞെങ്കിൽ പോലും കേരളത്തിനും അതുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കൊന്നും തന്നെ ഈ നിമിഷപ്രിയ മോചനവുമായി ബന്ധപ്പെട്ട് കൈയൊഴിയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഈ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുന്നത്. എന്തായാലും 4ാം ഘട്ട ചർച്ച ഇന്ന് നോർത്ത് യമനിൽ വെച്ച് നടക്കും. ഏറെ പ്രതീക്ഷകളോട് കൂടിയാണ് ഈ ചർച്ച ഈ ലോകമെമ്പാടും അല്ലെങ്കിൽ ഈ നിമിഷപ്രിയയുടെ കുടുംബമടക്കമുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ കുടുംബാംഗങ്ങളുമായി, അതായത് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവുമായി ഒരു അനുനയത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. 4ാം ഘട്ട ചർച്ചയിലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളവും അതോടൊപ്പം നിമിഷപ്രിയയുടെ കുടുംബവും ഉള്ളത്.